ദ 1 മിനിറ്റ് ഷോയുടെ 1 മിനിറ്റിൽ തീരാത്ത വിശേഷങ്ങളുമായി ബിയോണ്ട് ദ 1 മിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 വർഷമായി പേസ്ട്രി ആൻഡ് ബേക്കിംഗിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സെലിബ്രിറ്റി ഷെഫ്. ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് കൺസൾട്ടൻ്റായി ജോലി ചെയ്ത് ഇപ്പോൾ കോഫി ക്രീം, ലീം ബേക്കറി എന്നിവയുടെ ഡയറക്ടർ ഓഫ് കൾണറി ഓപ്പറേഷനായി വർക്ക് ചെയ്യുന്ന പുതുമയാർന്ന രുചികൾ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം ഷെഫ് വിനോദ് വടശ്ശേരിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഷെഫ്, വെൽക്കം ടു ബിയോണ്ട് ദ 1 മിനിറ്റ്. താങ്ക് യു അബീബ. ഷെഫിന്റെ നാട് എവിടെയാണ്? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ബേസിക്കലി ഫ്രം പാലക്കാടാണ്, പക്ഷേ സെറ്റിൽഡ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഫാമിലിയിലുള്ളത് ബാംഗ്ലൂരാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ കോട്ടക്കിൽ വന്നു. കോഫി ക്രീമും ലീമയുടെ അസോസിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു പാലക്കാട്ടുകാരന് എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നത്? ആക്ച്വലി എനിക്ക് പണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊരു ആഗ്രഹങ്ങളൊന്നും ഷെഫാവണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബ്രദർ ക്രൂസ് ലൈനിൽ വർക്ക് ചെയ്യണം, കാർണിവൽ ക്രൂസ് ലൈനിൽ US വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ബ്രദറിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്, പഠിച്ചു വരുന്നത്. പിന്നീട് ആക്ച്വലി എനിക്ക് ക്രൂസ് ലൈനിലേക്ക് പോകേണ്ടി വന്നില്ല. എനിക്ക് ലാൻഡിൽ തന്നെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടി. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ചിറങ്ങിയത് നമുക്ക് റാഡിസണിൽ ചെന്നൈയിൽ ട്രെയിനിങ് കിട്ടി. അതിനുശേഷം ഞാൻ ഇന്ത്യക്ക് പുറത്തിപ്പോൾ ദുബായിൽ വണങ്ങുള്ള റോയൽ മാരേജിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ദുബായിലുള്ള അഡ്രസ് ഹോട്ടൽസിൽ വർക്ക് ചെയ്തു. റോസ്വുഡ് അബുദാബിയിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഖത്തർ സെൻറ്റ് റീജസിൽ വർക്ക് ചെയ്തു. ടോർച്ച് ഹോട്ടലിൽ വർക്ക് ചെയ്തു. ബഹ്റിനിൽ വർക്ക് ചെയ്തു. അപ്പം എനിക്ക് ലാൻഡിൽ തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയതുകൊണ്ട് എനിക്ക് ക്രൂസ് ലൈനിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നില്ല. ഇപ്പോൾ ദുബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ പഠിച്ചിറങ്ങിയ ശേഷം എനിക്ക് കോണ്ടിനെൻ്റൽ ക്യൂസിനിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ഫോർച്ചുനേറ്റ്ലി എനിക്ക് ട്രെയിനിങ് സമയത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ബേക്കറി ആൻഡ് പേസ്ട്രിയിലായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലാണെങ്കിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തതും എൻ്റെ സ്പെഷ്യാലിറ്റിയും ബേക്കറി ആൻഡ് പേസ്ട്രി തന്നെയാണ്. പിന്നീട് ഞാൻ 2018 ഞാൻ നാട്ടിലേക്ക് വന്ന ശേഷമാണ് കോണ്ടിനെൻ്റൽ ക്യൂസിനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് 3 years ആയിട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗോർമേ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ഷെഫുമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഷെഫ് വിനോദ് വടശ്ശേരിനെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2018 വന്നപ്പോൾ ഈ കോണ്ടിനെൻ്റൽ ക്യൂസിനിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ എല്ലാം ടിപ്പിക്കൽ കഫേസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഈവൻ എനിക്ക് തോന്നിയിരുന്നു, ഇപ്പോൾ ഒരു ബർഗർ കഴിക്കുകയാണെങ്കിൽ ആ ബർഗർ ബണ്ണിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതിനകത്ത് ഉപയോഗിക്കുന്ന സോസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഈവൻ മീറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ നമുക്കൊരു പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഇല്ല എന്നൊരു ഫീൽഡിലേക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫോക്കസ് അതിലേക്കായി. അതായത് എനിക്ക് എന്തെങ്കിലും ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരത് കോപ്പി ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ക്വാളിറ്റി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഷെഫ് ട്രൈ ചെയ്തത്. അതെ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കോഫി ക്രീമിൽ വന്നപ്പോഴും ഇവിടുത്തെ മെനുവിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ബ്രിസ്ക്കറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോഫി ക്രീമിൽ അവൈലബിൾ ആണോ? അതെ. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഫൈനസ്റ്റ് രീതിയിൽ ചെയ്യുന്നത് കോഫി ക്രീമിൽ തന്നെയാണ്. അതിനുശേഷം ഞാൻ ബ്രിസ്ക്കറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ആക്ച്വലി അതും മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മെനു ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ മെനു ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഗോർമേ ഫുഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മെനു തന്നെയാണ് കോഫി ക്രീമിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഷെഫ് ഇപ്പോൾ കോഫി ക്രീമിൻ്റെ കാര്യങ്ങൾ, ലീം ബേക്കറിയുടെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസി ഡേയിൽ ശരിക്കും ഷെഫിൻ്റെ ഒരു ഡേ എങ്ങനെ? ആക്ച്വലി ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ചിട്ട് മാക്സിമം ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോകാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ലീമിൻ്റെ സെൻട്രൽ കിച്ചണിലെത്തും. സെൻട്രൽ കിച്ചണിൽ ഏകദേശം 10:30, 11 o'clock വരെ സെൻട്രൽ കിച്ചണിലായിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യാം. സെൻട്രൽ കിച്ചണിൽ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ ഞാൻ കോഫി ക്രീംസിൻ്റെ ഔട്ട്ലെറ്റ്സിലും അതുപോലെ ലീമിൻ്റെ ഔട്ട്ലെറ്റ്സിലൊക്കെ പോകും. പിന്നെ ഞങ്ങൾക്കുള്ള ഈ മാനേജ്മെൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകുന്നത് ആഫ്റ്റർനൂൺ ആയിരിക്കും. അപ്പോൾ ആഫ്റ്റർനൂൺ അങ്ങനെ അതുമായിട്ട് സ്പെൻഡായിട്ട് പോകും. പിന്നെ ഈവനിങ് സമയങ്ങളിൽ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കോഫി ക്രീമിൻ്റെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റ്സിലായിരിക്കും. കാരണം ഗസ്റ്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണത്. അത് ഏകദേശം ഒരു 10 മണി വരെ 11 മണി വരെ ഏകദേശം കോഫി ക്രീമിൽ ഒന്നില്ലെങ്കിൽ കോട്ടക്കിലോ ഇല്ലെങ്കിൽ തിരൂരോ ഉണ്ടാവും. പിന്നെ 11 മണിയോടെ ഞാൻ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഫി ക്രീം, ലീം ബേക്കറി, ഇത് രണ്ടും പറഞ്ഞു. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് പ്രേക്ഷകരോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിന് തമ്മിലുള്ളൊരു എന്താണ് വ്യത്യാസം എന്നുള്ളത്? ആക്ച്വലി കോഫി ക്രീമും ലീമും ഒരു സെപ്പറേറ്റ് ബ്രാൻഡ്, ഒരു കമ്പനീൻ്റെ അണ്ടറിലുള്ള സെപ്പറേറ്റ് ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോൾ കോഫി ക്രീം എന്ന് പറയുന്നത് ബേക്കറി ആൻഡ് കഫേ ആണ്. അവിടെ അറിയാലോ, നമ്മളുള്ള ഗോർമേ ഫുഡ്സ് ഉണ്ടാവും, നല്ല ബേക്കറി സ്റ്റഫ്സ് ഉണ്ടാവും, ഫ്രഞ്ച് പേസ്ട്രീസ് ഉണ്ടാവും. അങ്ങനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഡൈനിങ് കോൺസെപ്റ്റാണ്.
ലീം ബേക്കറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ലീം ബേക്കറി ഞങ്ങളുടെ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു മോഡേൺ ഒരു സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റാണ്. ലീം ബേക്കറിക്കകത്ത് ഞങ്ങളുടെ തന്നെ ലീമിൻ്റെ സെൻട്രൽ കിച്ചണിൽ ചെയ്യുന്ന 360, അതായത് 360 പ്രൊഡക്ട്സ്, ഞങ്ങളുടെ ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് ലീം ബേക്കറി എന്നുള്ളത്. അത് 360 ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതെ. അപ്പം 360 പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളൊരു ട്രോളി എടുത്തിട്ട് ഓരോ സാധനങ്ങളും, ഒരു സ്വീറ്റ്സ് മുതൽ നമുക്കൊരു എന്താ പറയുക സേവറി ഉള്ള സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈവൻ ചോക്ലേറ്റ്സ് വരെ അതിനകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു കസ്റ്റമറിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേക്കറി പ്രൊഡക്ട്സും ലീം ബേക്കറിയിൽ അവൈലബിൾ ആണ്. പക്ഷേ കോഫി ക്രീമിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈനിങ് കോൺസെപ്റ്റാണ് അത്. അറിയാലോ, ഒരു പക്ക ഹോസ്പിറ്റാലിറ്റി കോൺസെപ്റ്റ് തന്നെയാണ് കോഫി ക്രീം എന്ന ബ്രാൻഡ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പുറത്തെ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ക്വാളിറ്റി ഇവിടെ കൊണ്ടുവരാനാണ് ഷെഫ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കോഫി ക്രീമിലൂടെ അത് സാധ്യമായിട്ടുണ്ടോ? കോഫി ക്രീമിൽ സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആക്ച്വലി കോഫി ക്രീമിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈവൻ നമ്മൾ ബ്രിസ്ക്കറ്റിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ പുതിയ മെനുവിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ അത് ആ റോ മെറ്റീരിയൽസ് നമ്മൾ മേടിച്ച് നമ്മളത് ഒരു സെമി പ്രൊഡക്ട്സ് ഉണ്ടാക്കണം സെൻട്രൽ കിച്ചണിൽ. അവിടെ ചെയ്യുന്ന രീതിയിലാണെങ്കിലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറത്തുകാരൊക്കെ വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ പുറത്തുള്ള ആൾക്കാരാണോ കോഫി ക്രീമിലോട്ട് വരുന്നത്? ആക്ച്വലി ഞാനിത് ഈ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഓണേഴ്സൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കാലിക്കറ്റും കൊച്ചിയിലും മാത്രം ചെയ്തുകൊണ്ടിരുന്ന സംഭവം മലപ്പുറത്ത് ചെയ്യുന്ന സമയത്ത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യുമോ. ഈവൻ ഫോർ എക്സാമ്പിൾ അറിയാലോ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മണിക്കൊക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആൾക്കാർ വരുമോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും രാവിലെ തന്നെ പൊറോട്ടയും ബീഫൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കോഫി ക്രീം തിരൂരാണെങ്കിലും കോഫി ക്രീം കോട്ടയ്ക്കലാണെങ്കിലും എസ്പെഷ്യലി ആക്ച്വലി നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ ഇനീഷ്യലി തുടങ്ങിയത് സാറ്റർഡേ സൺഡേ ആണ്. സാറ്റർഡേ സൺഡേ നമുക്ക് അത്രയും ബിസി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് എല്ലാ ദിവസവും ആക്കാമെന്ന്. കാരണം അത് ഞങ്ങളുടെ ഗസ്റ്റിനെ ഞങ്ങളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ എല്ലാ ദിവസവും ആക്കണം, സാറ്റർഡേ സൺഡേ മാത്രം വെച്ചാൽ പോരാന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും കോഫി ക്രീം തിരൂരും കോട്ടയ്ക്കലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഓരോ ദിവസവും പുതുതായിട്ട് ഓരോ ഡിഷസ് കണ്ടുപിടിക്കും, അത് റിസർച്ച് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഷെഫിൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പുതിയ പുതിയ ഡിഷുകളൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്? അതിനുവേണ്ടി എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യാറുള്ളത്? ആക്ച്വലി ഉണ്ടല്ലോ, ഇത് ഒരു R&Dൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ മെനു, പുതിയ കോൺസെപ്റ്റൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ റോൾ ഇവിടെ ഏറ്റവും വലിയ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R&D തന്നെയാണ് ഏറ്റവും വലിയ റോള്. അപ്പം ഈവൻ ചിലപ്പോൾ ഒരു ഡിഷിനെ കുറിച്ച് ആലോചിക്കുന്നത് ചിലപ്പം ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കാം, ആ ഒരു ഉറങ്ങുന്നതിൻ്റെ ഗ്യാപ്പിലായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ തോട്ട്സ് വരുന്നത് ട്രാവലിങ്ങിലാണ്. പൊതുവെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഡ്രൈവിംഗ് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഡെയിലി തന്നെ ഷെഫ് ഓരോ ഔട്ട്ലെറ്റുകളേക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? ഈ ട്രാവലിംഗ് സമയത്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരിക. നമുക്കിത് ഇങ്ങനെ ചെയ്താലോ എന്ന് ഐഡിയാസ് വരും. പിന്നെ ഞാനത് നമ്മുടെ പാർട്ട്നേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് നമ്മൾ സംഘടിപ്പിക്കും, അത് നമ്മൾ ട്രയലടിച്ച് അവർക്ക് ഓക്കെ ആവുകയാണെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ പുതിയതായിട്ട് വരുന്ന കോൺസെപ്റ്റുകളിലോ അല്ലെങ്കിൽ മെനുവിലോ ഒന്ന് ആഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഷെഫ് ഇപ്പോൾ ഒരുപാട് കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ വരുമ്പോൾ ഹൗ ഡു യു ഫീൽ? ബേസിക്കലി ഞാൻ മലയാളിയാണ് അല്ലേ. അപ്പം ഓരോ മലയാളികൾക്കും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുക, അവിടെ സെറ്റിൽ ആവുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാകും. അതേപോലെ എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ 2018 നാട്ടിലേക്ക് വരുന്നത്. ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് നമുക്ക് പുതിയ കോൺസെപ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫുഡ് കൾച്ചറൊക്കെ മാറ്റി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ കേരളത്തിൽ നിൽക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ഇനി എന്തൊക്കെയാണ് ഷെഫിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ്? ഇനിയിപ്പോൾ കേരളത്തിലാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പം എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോഫി ക്രീമിനെ വളരെ പോപ്പുലറായി കൊണ്ടുവരിക, അതുപോലെ ലീമിനെയും പോപ്പുലറായി കൊണ്ടുവരിക. അതായത് ഒരു കൊച്ചി മാർക്കറ്റും കാലിക്കറ്റ് മാർക്കറ്റുമാണ് ഫുഡിൻ്റെ ഏറ്റവും നല്ല മാർക്കറ്റ് കേരളത്തിൽ. അപ്പം ഇവരുടെ ഈ 2 മാർക്കറ്റിലും ഒരു ഫോക്കസ് മലപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നമ്മളത് പിന്നീട് അത് അനൗൺസ് ചെയ്യും, എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ. ആ കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ
മിക്കവാറും ഈ കോൺസെപ്റ്റ് ആയിരിക്കും കേരളത്തിൽ ഉടനീളമുള്ള പല കോഫി ഷോപ്പുകളും ഇനി കോപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കുറേ നമുക്കൊരു ഡ്രീം പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടാകും. ആ ഡ്രീം പ്രൊജക്റ്റിലെ കുറേ ഐഡിയാസ് ഞാൻ അവരായിട്ട് ഷെയർ ചെയ്തപ്പം അവർക്ക് വളരെ വളരെ വാവ് ഫീൽ തോന്നി. നമുക്കിത് ചെയ്യണം എന്ന് അപ്പോൾ ഓണേഴ്സ് തന്നെ പറഞ്ഞു. കുറച്ച് എക്സ്പെൻസീവ് ആയൊരു ബഡ്ജറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് ഷെഫ് തീർച്ചയായും ചെയ്യണം, കാരണം ഷെഫിന് ഒരു ഡ്രീം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പം ആക്ച്വലി ഞങ്ങളെല്ലാവരും ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ പുതിയ കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഉള്ളൊരു ടിപ്പിക്കൽ കോഫി ഷോപ്പ് കോൺസെപ്റ്റിൻ്റെ ഒരു എൻറ്റയർലി ഡിഫറൻറ്റ് സംഭവം. അതായത് ഒരു സാധാരണ ഒരു ടിപ്പിക്കൽ കോഫി ഷോപ്പ് കോൺസെപ്റ്റ് പൊളിച്ചെഴുതുക എന്നുള്ള രീതിയിൽ, അതാണ് ഞങ്ങൾ ആ ഒരു രീതിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും അതിന് വെയിറ്റിംഗ് ആണ്, ആ ഒരു ന്യൂസ് അനൗൺസ് ചെയ്യുന്നത് വരെ. അപ്പോൾ കോഫി ക്രീമിൽ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഇവിടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് കോഫി ക്രീം. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ കോഫി ക്രീമിനും ലീമിനും വേണ്ടിയുള്ള ഒരു അപ്ഡേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ. കാരണം എല്ലാത്തിനും ഒരു അപ്ഡേഷൻ വേണം. അപ്പം കോഫി ക്രീമിനും വേണം, ലീമിനും വേണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഇപ്പം എന്നും ഇവിടെ ഒരുപാട് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. വരുന്നവർ വീണ്ടും വരാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ നമുക്കൊരു കോഴിക്കോടും കൊച്ചിയിലൊക്കെ കിട്ടുന്ന ഒരു ഡിഫറൻ്റായ ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് മലപ്പുറത്ത് കിട്ടാൻ തുടങ്ങി. നല്ലൊരു ആംബിയൻസും കൂടെ കോഫി ക്രീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആംബിയൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആംബിയൻസ് ബെറ്റർ ആംബിയൻസ് തന്നെയാണ്. ഇതുപോലെ ആംബിയൻസിൽ ഒരുപാട് കഫേസ് ഉണ്ട്. പക്ഷേ അവിടെയുള്ള കാര്യം കോഫി ക്രീമിൽ വരുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന ഫുഡ് ക്വാളിറ്റിയും ഹോസ്പിറ്റാലിറ്റിയും അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് കോഫി ക്രീമിലേക്ക് ആൾക്കാർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. രണ്ടും ഒരുമിച്ച് നമുക്ക് കോഫി ക്രീമിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആംബിയൻസ് ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഫുഡ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഒരേപോലെ നമുക്ക് കോഫി ക്രീം ആണെങ്കിലും ലീം ആണെങ്കിലും അത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്ന ഷെഫിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്താണ്? സിഗ്നേച്ചർ ഡിഷിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ എല്ലാം സിഗ്നേച്ചർ ഡിഷാണ്. നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നന്നായിട്ട് പോകുന്നതാണ്, പുതിയ നമ്മുടെ ഗോർമേ സ്റ്റൈൽ മെനു ആണെങ്കിലും നന്നായിട്ട് പോകുന്നതാണ്. പക്ഷേ ഞാൻ ഊന്നി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് മലപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിസ്ക്കറ്റ്സ് ആണ്. ആക്ച്വലി ബ്രിസ്ക്കറ്റ്സ് നമുക്ക് മലപ്പുറത്ത് അവൈലബിൾ അല്ല എവിടെയും. അതെ, സ്മോക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റ് മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കോഫി ക്രീമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ആണ് ഏറ്റവും ഒരു 3-4 സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു സ്ഥലത്ത് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ മലപ്പുറത്ത് ഇത് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും, അതായത് നമുക്ക് സൺഡേ ആവുന്ന സമയത്തേക്കും ബുക്കിംഗ് കംപ്ലീറ്റ് ആവും. നമ്മളെല്ലാം ഓൾ വെനസ്ഡേസ് ആണ് നമ്മൾ ബ്രിസ്ക്കറ്റ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വെനസ്ഡേ ചെയ്ത് കഴിഞ്ഞാൽ വെനസ്ഡേ നമുക്ക് ഒരു സിംഗിൾ പീസ് പോലും ഒരു വാക്കിംഗ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവില്ല. അത്രയ്ക്കും ബുക്ക്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ വീക്കും ഞാൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഓരോ ബ്രിസ്ക്കറ്റ് വെച്ച് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കിംഗ് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കും കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പക്ഷേ സൺഡേ ആകുമ്പോഴേക്കും എല്ലാ ആഴ്ചയും അത് കംപ്ലീറ്റ് ഫുള്ളി ബുക്ക്ഡായി പോവുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് വിറ്റ് പോകുന്നുണ്ട് ഇവിടെ. അതെ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഓണേഴ്സൊക്കെ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇത്രയും ഒരു സെയില് ബ്രിസ്ക്കറ്റിൽ മലപ്പുറത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ആരും ഞാനടക്കം വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവരും ഷോക്ക്ഡാണ്. ഇത്രയും കാരണം ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ബ്രിസ്ക്കറ്റ് നമുക്കൊരു കുക്കിംഗ് പ്രോസസ് ആണെങ്കിലും അതിന് മീറ്റിൻ്റെ റേറ്റ് ആണെങ്കിലും വളരെ എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമുക്കൊരു 200 ഗ്രാമിൻ്റെ ഒരു പോർഷൻ സെർവ് ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആ എക്സ്പെൻസീവ് ആയിട്ട് പോലും നല്ല രീതിയിൽ നമുക്ക് കോഫി ക്രീമിൽ അത് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഷെഫ് സംസാരിച്ചത് കോഫി ക്രീമിനെ കുറിച്ചും ലീം ബേക്കറിനെ കുറിച്ചൊക്കെയാണ്. ഷെഫ് വിനോദ് വടശ്ശേരിയുടെ ഒരു ബ്രാൻഡ് ഞങ്ങൾ ഫുഡ് ലവേഴ്സിന് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാമോ? അത് എല്ലാ ഷെഫ്മാർക്കുള്ള പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് മിക്കവാറും ആക്ച്വലി ഞാനിപ്പോൾ മനസ്സിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഒരു 2025 ഡിസംബർ വരെ അത് കംപ്ലീറ്റ് ആയിട്ടും കോഫി ക്രീമിനും ലീമിനും വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഡെവലപ്മെൻറ്റിനും ഇവരുടെ മാറ്റങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. മിക്കവാറും ഞാനിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചുള്ളത് ഒരു 2026 ആവുന്ന സമയത്ത് എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു 2027 ആകുമ്പോഴേക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് നടക്കില്ലെന്ന് അറിയില്ല, പക്ഷേ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. തൻ്റെ വ്യത്യസ്തമായ രുചി വൈവിധ്യം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച പല ബ്രാൻഡുകളുടെ പുറകിലെ രഹസ്യക്കൂട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഷെഫ് വിനോദ് വടശ്ശേരിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ബിയോണ്ട് ദ 1 മിനിറ്റിൽ നമ്മളുമായി പങ്കുവെച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷെഫ്. ഷെഫിൻ്റെ ആഗ്രഹം പോലെ തന്നെ കോഫി ക്രീമിനെയും ലീം ബേക്കറിനെയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഭക്ഷണപ്രേമികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബ്രാൻഡായിട്ട് ഷെഫ് വിനോദ് വടശ്ശേരി എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ബിയോണ്ട് ദ 1 മിനിറ്റ് ഷോയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്
താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.